everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം, നാലാം സമ്മാനം, അഞ്ചാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 2 മാത്തമാറ്റിക്സ് എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നില്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നന്നായിട്ട് എക്സാം എഴുതിയില്ലേ എല്ലാവരും? യെസ്, ഓക്കെ. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ടീച്ചർ ഇന്നലെ ഇതേ ക്വസ്റ്റ്യൻ ഇതുപോലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2, 5, 10 മൾട്ടിപ്ലിക്കേഷൻ വരുന്നതാണ്. ഫാമിംഗ് ഇൻ ദ ഫോറസ്റ്റ്. Friends in the forest started farming. Mittu the rabbit planted 5 carrots each on 6 rows. How many are there in total? 6 റോസിൽ 6 വരിയിൽ 5 ക്യാരറ്റ് വെച്ച് നട്ടു. ഒരു വരിയിൽ 5, അടുത്ത വരിയിൽ 5, അടുത്ത വരിയിൽ 5, അങ്ങനെ 6 റോയാണ് നട്ടത്. അപ്പോൾ ടോട്ടൽ എത്ര ക്യാരറ്റ്? അപ്പോൾ എത്ര റോസ് ആണുള്ളത്? 6. ഒരു വരിയിൽ എത്ര വീതം ഉണ്ട്? 5. 6 × 5 is equal to 30. Muthu the monkey planted 10 plantains each in 4 rows. Monkey വാഴയാണ് നട്ടത്. വാഴ എങ്ങനെയാണ് നട്ടത്? 4 റോയിലാണ് നട്ടത്. ഒരു റോയിൽ 10 എണ്ണം വെച്ചിട്ട്. 4 റോ, ഒരു റോയിൽ എത്രയാ? 10. ടോട്ടൽ എത്രയാ? 40 വാഴ. Minnu the parrot planted 2 pea seeds each in 7 rows. How many plants are there in total? പയറാണ് പാരറ്റ് നട്ടത്. 7 റോസിലാണ് നട്ടത്. ഒരു റോയിൽ 2 വെച്ച്. അപ്പോൾ എത്ര തൈ നട്ടു? 14. 14. ഓക്കെ. മാളു ദ bear wanted to plant 50 combs of elephant foot yam. He planted 5 each in 8 rows. Now how many more are there to be planted? നമ്മുടെ bear എന്താ നട്ടത്? elephant yam, ചേന നട്ടു. 50 combs ആണ് കൊണ്ടുവന്നത് നടാനായിട്ട്. നട്ടത് 8 റോസിൽ 5. ഒരു 5 ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 5 ഈച്ച് ഇൻ 8 റോസ്. 5 എന്ന നമ്പറിലല്ല, നമ്പർ നെയിം ആയിട്ടാണ് തന്നിട്ടുള്ളത്. 5 ഈച്ച് ഇൻ 8 റോസ്. 8 റോയിൽ 5 വെച്ചാണ് നട്ടത്. അപ്പോൾ എത്ര എണ്ണം നട്ടു? 40. എത്ര എണ്ണം ഇനി ബാക്കിയുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇനി എത്ര എണ്ണം കൂടി നടാനുണ്ട്? 50 എണ്ണമാണ് ഉള്ളത്. 40 എണ്ണം നട്ടു. എത്ര എണ്ണം ഉണ്ട്? 10. 10 ആണ് ബാക്കിയുള്ളത്. Second activity, let's draw together. 2 hours past 8 o'clock. 8 o'clock കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. 8 o'clock കഴിഞ്ഞ് വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് ഏതാണ്? 10 o'clock. അപ്പോൾ 10 o'clockലോട്ട് വരയ്ക്കുക. ഇതാണ് 10 o'clock. Time between 5 o'clock and 7 o'clock. 5 o'clockന് 7 o'clockന് ഇടയിലുള്ള ടൈം ഏതാണ്? 6 o'clock. 6 o'clock എവിടാണ്? ഇതാണ് 6 o'clock. 8 o'clockലോട്ട് വരയ്ക്കുക. ഇതാ ഇവിടാണ് 8 o'clock. 1 hour to 2 o'clock എന്ന് പറഞ്ഞാൽ 2 o'clockന് 1 മണിക്കൂർ മുമ്പ്. അതേതാ? 1 o'clock ആണ്.
The time when both needles come on the same digit. Same digitൽ വരുന്നത് ഏതാണ്? ഇതാണ്. Okay. മൂന്നാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് ബൈ തിങ്സ്. സുബി ഹാസ് 85 rupees. സുബിയുടെ കയ്യിൽ 85 രൂപയുണ്ട്. He bought bananas for 46 rupees and biscuit for 70 rupees. 46 rupeesന് ബനാന മേടിച്ചു, 70 rupeesന് ബിസ്ക്കറ്റ്സും മേടിച്ചു. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ദാറ്റ് സുബി പർച്ചേസ്ഡ്? എത്ര രൂപയ്ക്ക് സുബി സാധനങ്ങൾ വാങ്ങി? 46 രൂപയ്ക്ക് ബനാന, 17 രൂപയ്ക്ക് ബിസ്ക്കറ്റ്. അപ്പോൾ എത്ര രൂപയായി? 63 rupees. How much money will be there with Subi after paying for the items? പൈസ കൊടുത്തു, എത്ര രൂപ ബാക്കി കിട്ടി? 85 rupees ആണ് ഉണ്ടായിരുന്നത്, 63 rupees പോയിട്ട് ബാക്കി 22 rupees. If Subi buys 10 toffees for 2 rupees each, 2 രൂപയുടെ 10 toffees, 10 toffees സുബി വാങ്ങിച്ചാൽ how much money will be there as balance? എത്ര രൂപ ബാലൻസ് കിട്ടും? 2 രൂപയുടെ 10 toffees കഴിഞ്ഞാൽ 10 toffees ആണ് വാങ്ങുന്നത്, ഓരോന്ന് 2 രൂപ വെച്ചാണ്. അപ്പോൾ 20 rupees ആയി. ഇനി ആ 20 rupees എന്ത് ചെയ്യണം? ഈ 22ൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഇനി ബാക്കി എത്രയുള്ളത്? ബാക്കി 22 ഉണ്ടായിരുന്നുള്ളൂ. ഈ 20 പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി 2 rupees മാത്രമേ, 2 rupees മാത്രമേ ബാലൻസ് കാണത്തുള്ളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ്സ് കംപ്ലീറ്റ് ദ പാറ്റേൺ. 2, 4, 8, 16, 16 plus 16, 32, 32 plus 32, 64. 111, 113, 115, 117, 119, 121. രണ്ട് വീതം എന്ത് ചെയ്യുന്നു? കൂട്ടി കൂട്ടി പോകുന്നു. 160, 157, 3 കുറച്ചു. വീണ്ടും 3 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 154. വീണ്ടും 3 കുറച്ചാൽ 151. വീണ്ടും 3 കുറച്ചാൽ 3 സബ്ട്രാക്ട് ചെയ്താൽ 148. വീണ്ടും 3 പോയാൽ 145. 136, 146, 156, 166, 176, 186. ഫോം എ നമ്പർ പാറ്റേൺ ഓഫ് യുവർ ഓൺ. സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കുക. നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. 110, 120, 130, 140, 150, 160. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കലണ്ടർ ആണേ. മാർച്ച് 2026 കലണ്ടറാണ്. ഈ വർഷത്തെയാണ്, ഈ മാസത്തെയാണ് കേട്ടോ. വിച്ച് ഇയേഴ്സ് കലണ്ടർ ഈസ് ഗിവൺ എബവ്? ഇവിടെ ഏത് വർഷത്തെ കലണ്ടറാണ്? 2026 കലണ്ടറാണ്. ഹൗ മെനി തേഴ്സ്ഡേസ് ആർ ദെയർ ഇൻ ദ ഗിവൺ കലണ്ടർ? വിച്ച് ആർ ദ ഡേറ്റ്സ്? തേഴ്സ്ഡേസ് എത്ര എണ്ണം ഉണ്ട്? ഇതാണ് തേഴ്സ്ഡേ. 1, 2, 3, 4, 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? 5, 12, 19, 26. വാട്ട് ഡേ ഈസ് 1st April 2026? 1st April ഏത് ദിവസമായിരിക്കും? ഇവിടെ ട്യൂസ്ഡേ ആണ്, 31. അപ്പോൾ 31 കഴിഞ്ഞാൽ വീണ്ടും 1 ആണ്. April 1 വെനസ്ഡേ ആയിരിക്കും. വിച്ച് മന്ത്സ് കംസ് ഇൻ ബിറ്റ്വീൻ ഏപ്രിൽ ആൻഡ് ജൂൺ? ഏപ്രിലിൻ്റെയും ജൂണിൻ്റെ ഇടയ്ക്കുള്ള മന്ത് ഏതാണ്? ഏപ്രിൽ, മെയ്, ജൂൺ. മേക്ക് എ പാറ്റേൺ ഫ്രം ദ കലണ്ടർ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാറ്റേൺ എഴുതാൻ. ഇതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി കേട്ടോ. ടീച്ചർ ഇവിടെ സാറ്റർഡേസിൻ്റെ എഴുതുന്നു. 7, 14, 21, 28. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 2ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ ഈസി ആയിരുന്നു. എല്ലാവർക്കും ഫുൾ മാർക്സ് കിട്ടും. തെറ്റിപ്പോയവർക്ക് വിഷമിക്കേണ്ട. എന്ത് ചെയ്യാം? അടുത്ത എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വർഷം നിങ്ങൾ നല്ലതുപോലെ പഠിച്ചെഴുതണം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്.
ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.